ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ. ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് ഞാനൊരു പുതിയ സെഗ്മെൻറ്റ് കൂടി ഈ പ്രസൻറ്റേഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ അതുകൂടി നിങ്ങളൊന്ന് കാണുക. ദെൻ ഇന്ന് 2025 ഏപ്രിൽ 15 ചൊവ്വാഴ്ചയാണ്. ഇന്ന് സെൻസെക്സിൻ്റെ എക്സ്പയറി ദിവസമാണ്. കൂടാതെ ഇന്നലെ വിഷു ആയിരുന്നു. അപ്പോൾ അതിൻ്റെ തലേ ദിവസം വെള്ളിയാഴ്ച മാർക്കറ്റ് അവധി ആയതുകൊണ്ട് തന്നെ വിഷു ആശംസകളൊന്നും പറയാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. എന്താ പറയുക, ഒരു ദിവസം വൈകിയെങ്കിൽ കൂടി ഇന്നലെ ഗ്രൂപ്പിലൊക്കെ മെസ്സേജ് ഇട്ടിരുന്നു, എങ്കിൽ കൂടി എല്ലാവർക്കും ഹാപ്പി വിഷു നേരുകയാണ്. അപ്പോൾ നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്നുള്ളത്. പ്രധാനമായിട്ടും ഹാപ്പി വിഷു തന്നെയാണ് പറയാനുള്ളത്. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ സ്റ്റോക്കുകളെ കുറിച്ചുള്ള ന്യൂസാണ്. അപ്പോൾ സൈദസ് ലൈഫ് സയൻസ് അവർക്കൊരു US FDA ഫൈനൽ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. അശോക ബിൽഡ്കോണിന് 568 കോടിയുടെ ഒരു പുതിയ പ്രൊജക്റ്റ് ഇന്ത്യൻ റെയിൽവേയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ദെൻ ഐആർകോൺ ഇന്റർനാഷണൽ അവർക്കൊരു 127 കോടിയുടെ ഒരു വർക്കിൻ്റെ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. അത് മൈക്രോ പ്രോസസ്സർ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റേഷൻ്റെ ഒരു അപ്ഗ്രേഡേഷൻ, റെയിൽവേ സ്റ്റേഷൻ്റെ, അതേപോലെ പെർസിസ്റ്റൻറ്റ് സിസ്റ്റംസിന് എന്താ പറയുക, അവരുടെ കമ്പനി ഒരു മേർജ് ചെയ്യുന്നതിന് ക്യാപ്യോഡ് സോഫ്റ്റ്വെയർ ആയിട്ട് മേർജ് ചെയ്യുന്നതിന് ഒരു അപ്രൂവൽ കമ്പനീസിൻ്റെ റെഗുലേറ്ററിയുടെ ഭാഗത്തുനിന്ന് ഒരു അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. സ്വിഗ്ഗിയുടെ ഫൗണ്ടർ അല്ലെങ്കിൽ എന്താ പറയുക ഡയറക്ടറായിരുന്ന സഹീൽ ബറൂറ അദ്ദേഹം റിസൈൻ ചെയ്തിട്ടുണ്ട്. ജോലിഭാരം കൊണ്ടാണ് റിസൈൻ ചെയ്യുന്നത് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ടാറ്റ പവർ കമ്പനി അവരുടെ ഒരു സബ്സിഡയറിയായ ടാറ്റ പവർ റിന്യൂവബിൾ എനർജി എന്നുള്ള ആ ഒരു സബ്സിഡയറി അവർ ഒരു പവർ പർച്ചേസ് അഗ്രിമെൻറ്റ് NTPC ആയിട്ട് സൈൻ ചെയ്തിട്ടുണ്ട്. 200 മെഗാവാട്ടിൻ്റെ പവർ പ്ലാന്റ് റെഡിയാക്കുന്ന ഒരു പ്രൊജക്റ്റാണത്. സിയൻറ്റ് അവർക്കൊരു കോൺട്രാക്റ്റ് കിട്ടിയിട്ടുണ്ട്. എന്താ പറയുക, നോർവേയിൽ നിന്നുള്ള ഒരു പുതിയ പ്രൊജക്റ്റാണ് കിട്ടിയിരിക്കുന്നത്. അഹ്ലുവാലിയ കോൺട്രാക്ട്സ് ഒരു റെസിഡൻഷ്യൽ പ്രൊജക്റ്റ് 396 കോടിയുടെ ഒരു റെസിഡൻഷ്യൽ പ്രൊജക്റ്റ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ആണ്. സോ ഈ രണ്ട് കമ്പനികളും ഹൈലൈറ്റഡ് ആണ്. ട്രാൻസ്റെയിൽ ലൈറ്റിംഗ് അവർക്ക് 1085 കോടി രൂപയുടെ ഓർഡർ പുതിയതായിട്ട് കിട്ടിയിട്ടുണ്ട്. NVIDIA ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസാണ്. കാരണം ട്രംപ് താരിഫ് അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിടാൻ പോകുന്നത് NVIDIA ആണ്. കാരണം AIക്ക് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് പ്രോസസ്സറുകൾ അല്ലെങ്കിൽ ഗ്രാഫിക് പ്രോസസ്സറുകൾ GPU യൂണിറ്റുകൾ ആവശ്യമുള്ളതാണ്. അത് കൂടുതലും വരുന്നത് ഏഷ്യൻ കൺട്രീസിൽ നിന്നും, എസ്പെഷ്യലി ചൈനയിൽ നിന്നാണ്. അവർക്കാണ് ഏറ്റവും കൂടുതൽ താരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ NVIDIA ഒക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു ക്രൈസിസിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു ന്യൂസ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അവർ AI സെർവേഴ്സ് വിത്തിൻ 4 ഇയേഴ്സ് 500 ബില്യൺ മുടക്കിയിട്ട് US തന്നെ ഉണ്ടാക്കാൻ പോവുകയാണ് എന്നാണ്. എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. ഹംഗറി ഇത് സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് അല്ല, പക്ഷേ ഒരു ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന LGBTQയുടെ എന്താ പറയുക പബ്ലിക് പ്രോഗ്രാംസ് എല്ലാം തന്നെ ഹംഗറി എന്നുള്ള രാജ്യത്ത് ബാൻ ചെയ്തുകൊണ്ട് അവിടുത്തെ പാർലമെൻറ്റ് ഒരു നിയമം പാസ്സാക്കിയിരിക്കുന്നു. കേൾക്കുമ്പോൾ ഒരു വ്യത്യസ്തത തോന്നിയതുകൊണ്ട് ഞാൻ ഉൾപ്പെടുത്തിയതാണ്. UPI ഇന്ത്യയിൽ മാത്രമാണ് UPI ഇത്രയും എഫക്റ്റീവായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഇന്ത്യയുടെ ഒരു ആശയം തന്നെയാണ് UPI എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു മാസത്തിൽ, ഏപ്രിൽ മാസത്തിൽ തന്നെ നിരവധി തവണ UPI പണി മുടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഒരുപാട് ടെക് എക്സ്പേർട്ടുകൾ ഒരു ബാക്കപ്പ് സിസ്റ്റത്തിനെ കുറിച്ച് ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരം കാണുന്നതാണ് പുതിയൊരു കണ്ടുപിടുത്തമായിട്ട് നമ്മുടെ ലോകത്ത് എത്തുന്നത്. കാരണം ചെക്കുകളിലൂടെ അല്ലെങ്കിൽ പേപ്പർ ട്രാൻസാക്ഷൻ ആ ഒരു ബുദ്ധിമുട്ട് എങ്ങനെ ഒഴിവാക്കാം എന്ന് ഒത്തിരി പേര് ചിന്തിച്ചപ്പോൾ കിട്ടിയ ഒരു ഔട്ട്പുട്ടാണ് UPI അല്ലെങ്കിൽ ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ എന്നുള്ളത്. തീർച്ചയായിട്ടും അതിലുള്ള ഒരു പ്രശ്നങ്ങൾ എങ്ങനെ ഒഴിവാക്കാം എന്ന് ചിന്തിക്കുമ്പോൾ മറ്റൊരു പുതിയ സൊല്യൂഷൻ, പുതിയൊരു ഇൻവെൻഷൻ നമ്മുടെ നാട്ടിൽ കിട്ടും എന്നുള്ളതാണ് സത്യം. സോ എന്തായാലും UPIയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോൾ നമുക്കൊരു പുതിയ സിസ്റ്റം കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്തായാലും UPI ട്രാൻസാക്ഷൻസ് ഒക്കെ മുടങ്ങിയവർ ഒന്ന് ശ്രദ്ധിച്ചോളൂ. കാരണം എല്ലാവരുടെ ഉള്ളിലൊരു പേടി വന്നു. ഇപ്പോൾ തന്നെ പരസ്പരം കാശ് അയക്കുമ്പോൾ ഇതെങ്ങാനും ബ്ലോക്ക് ആകുമോ എന്നൊരു ചോദ്യം ആദ്യം വരുന്നുണ്ട്. മുൻപൊന്നും അങ്ങനെയല്ല, ഗൂഗിൾ പേ ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെയ്തു പോയി, അത്ര തന്നെ ഉള്ളൂ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇത് പണി മുടക്കുമോ എന്നൊരു സംശയം എല്ലാവരുടെയും ഉള്ളിൽ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപേ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതൊരു കൺസേൺ തന്നെയാണ്.
യു എസിലുള്ള ഫിനാൻഷ്യൽ എക്സ്പേർട്ടുകൾ ആ രാജ്യത്തിന് തന്നെ വാർണിംഗ് കൊടുത്തിരിക്കുന്നത് 2008 ഉണ്ടായിരുന്ന റെസഷൻ അല്ലെങ്കിൽ സാമ്പത്തിക മാന്ദ്യത്തെക്കാളും വേസ്റ്റ് ആയ സംഭവമാണ് യു എസിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന രീതിയിലുള്ള ഒരു വാർണിംഗ് ഇന്ന് ഞാൻ മണി കൺട്രോളിൽ വായിച്ചു. എന്തായാലും അതൊരു ശ്രദ്ധിക്കേണ്ട ഒരു ന്യൂസ് തന്നെയാണ്. കാരണം 2008 ഞാൻ പ്രവാസിയായിരുന്നു, ഞാൻ ദുബായിലായിരുന്നു ആ സമയത്ത്. എന്തോ ഭാഗ്യം കൊണ്ട് എനിക്ക് ജോലി നഷ്ടപ്പെട്ടില്ല എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം 598 എഞ്ചിനീയേഴ്സ് വർക്ക് ചെയ്തിരുന്ന കമ്പനിയിൽ ഞാൻ ഈ റിസിഷൻ കഴിഞ്ഞ് വരുന്ന സമയത്ത് 196 പേര് മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു വലിയ സിവിൽ കൺസൾട്ടിങ് ഫേം ആയിരുന്നു, ഇന്റർനാഷണൽ ബേസ്ഡ് ആയിട്ടുള്ള. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ, അങ്ങനെയുള്ള ഇത് യു എസിലാണ് ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്ത്. യു എസിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ദുബായിൽ ലേ ഓഫ് തുടങ്ങിയിരുന്നു, ജോലിക്കാരെ ഒഴിവാക്കുന്ന ഒരു പ്രതിഭാസം കണ്ടു തുടങ്ങിയിരുന്നു. അതോടുകൂടി അത് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളിലേക്ക് പോവുകയും ചെയ്തിരുന്നു. സോ അതാണ് യു എസിൽ അത്രയും മോശമായ ഒരു അവസ്ഥയിലേക്ക് പോകും എന്നാണ് അവിടെയുള്ള വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. അതേപോലെ ഇലക്ട്രോണിക് ഐറ്റംസിന് ട്രംപ് താരിഫിൽ ചെറിയൊരു വിട്ടുവീഴ്ച നൽകിയിട്ടുണ്ട്. അതോടുകൂടി യു എസ് ഇൻഡെക്സ് ഫ്യൂച്ചറുകൾ 1.5% കയറിപ്പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ത്യയും ചൈനയും ഒരു പുതിയ ചർച്ച ആരംഭിച്ചിട്ടുണ്ട്. അതായത് ഫ്ലൈറ്റുകൾ പരസ്പരം യാത്രാ ഫ്ലൈറ്റുകൾ ആരംഭിക്കുന്നതിനെ കുറിച്ച് ഒരു ചർച്ച ഇന്ത്യയും ചൈനയും ആരംഭിച്ചിട്ടുണ്ട്. ഈ ന്യൂസ് ഞാൻ പറയാൻ കാര്യം, കാരണം ട്രംപ് താരിഫ് എന്നുള്ളത് ചെറിയൊരു ഒരു ഒരു എന്താ പറയുക, ഒരു ട്രിഗർ മാത്രമായിരുന്നു. പക്ഷെ അതിലൂടെ വരാൻ പോകുന്നത് യു എസ് ആധിപത്യം, ലോകത്തിന് മുകളിൽ അവർ സ്ഥാപിച്ചിരുന്ന ഒരു ആധിപത്യം അവർക്കില്ലാത്തൊരവസ്ഥയിലേക്ക് പോകും എന്നാണ് പല ചർച്ചകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത്. അതിനു പകരം മറ്റേതെങ്കിലും രാജ്യം അതേ പവറിലേക്ക് തിരിച്ചു കയറി വരും എന്നുള്ളതും വളരെയധികം ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ലോകത്ത് കൊറോണ വന്ന സമയത്ത് ജോലിയിലും മനുഷ്യൻ്റെ സംസ്കാരത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ, അത് ഇപ്പോഴും ആ ഒരു ട്രാൻസിഷൻ പീരീഡിൽ തന്നെയാണ് നമ്മൾ ഉള്ളത്. കാരണം കൊറോണയ്ക്ക് മുമ്പുള്ള ഒരു ജീവിതം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുണ്ടായിരുന്ന, അല്ലെങ്കിൽ നമ്മുടെ ട്രഡീഷൻ, പാരമ്പര്യത്തെ കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു ജീവിതമായിരുന്നു നമുക്കൊക്കെയും. എല്ലാ ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും ഉണ്ടായിരുന്നു. അതോടുകൂടി മൊത്തം ആൾക്കാരും കുറച്ചു കാലം അകത്ത് ഇരുന്നതോടുകൂടി ആ ഓൺലൈൻ വഴിയും അങ്ങനെ പല രീതിയിലും ആ സംസ്കാരം മൊത്തത്തിൽ അങ്ങോട്ടൊന്ന് മാറി വരികയാണിപ്പോൾ. സ്വാഭാവികമായിട്ടും ട്രംപ് താരിഫ് എന്നുള്ളത് ചെറിയൊരു എന്താ പറയുക, ട്രിഗർ മാത്രമാണ്. അതിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന ആശയങ്ങൾ, ചർച്ചകൾ എല്ലാം കൂടി വന്ന് മറ്റേതെങ്കിലും ഒരു രാജ്യം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്രദേശം തന്നെ ലോകത്തിൻ്റെ മുന്നിൽ വലിയൊരു സംഭവമായിട്ട്, വലിയൊരു ശക്തിയായിട്ട് മുന്നോട്ട് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും ഒരു വിത്തിൻ 2-3 ഇയേഴ്സ് യു എസ് അതിൻ്റെ ആധിപത്യം നഷ്ടപ്പെടും എന്നാണ് മിക്ക ആൾക്കാരും പ്രവചിക്കുന്നത്. എന്തായാലും പ്രവചനമാണ്, എത്രത്തോളം ശരിയാകും എന്നുള്ളത് നമുക്ക് കണ്ടറിയുക തന്നെ വേണം. സോ ഞങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ദെൻ നമുക്ക് ഇന്നത്തെ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ യു എസ് മാർക്കറ്റ് കംപ്ലീറ്റ്ലി റെഡിലാണ് അവസാനിച്ചിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്, യു എസ് മാർക്കറ്റ് ജസ്റ്റ് അവസാനിച്ചതേ ഉള്ളൂ, അധികം നേരം ആയിട്ടില്ല. യൂറോപ്യൻ മാർക്കറ്റ് അതിന് മുൻപേ അവസാനിച്ചതാണ്, അത് ഗ്രീനിലാണ് അവസാനിച്ചിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിക്കി റെഡിലാണ്. ജപ്പാൻ്റെ നിക്കി വലിയ ഒരു ഫോളാണ്, 1945 പോയിന്റിൻ്റെ ഒരു ഫോളാണ്. ഹാങ്സെങ് അല്ലെങ്കിൽ ചൈനീസ് മാർക്കറ്റിൻ്റെ അപ്ഡേറ്റ്സ് എനിക്ക് കിട്ടിയിട്ടില്ല. ചില ദിവസങ്ങളിൽ മാത്രമേ ചൈനീസ് മാർക്കറ്റിൻ്റെ അപ്ഡേറ്റ് കിട്ടുന്നുള്ളൂ. ആ ഡാറ്റ തപ്പിപ്പിടിച്ച് അവരുടെ രാജ്യത്തുള്ള ഏതെങ്കിലും ഇൻഡെക്സ് എടുത്ത് ഏതെങ്കിലും ഒരു ഇതിൽ നിന്ന് ചാനലിൽ നിന്നും അത് എടുക്കേണ്ടി വരും. അപ്പോൾ നോർമലി മറ്റേത് രാജ്യത്താണെങ്കിലും ഇംഗ്ലീഷിലാണ് ഡാറ്റ കിട്ടുക. ഇത് ചൈനീസിലാകുമ്പോൾ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇത് കറക്റ്റാണോ എന്ന് ഉറപ്പിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് ഞാനതിന് എഫേർട്ട് എടുക്കാത്തത്. സോ നിങ്ങൾ ചില ദിവസങ്ങളിൽ കിട്ടാറുണ്ട് കേട്ടോ. ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ട്രേഡിംഗ് ഉണ്ടായിരുന്നു. ഞാൻ ഡാറ്റ എടുക്കുമ്പോൾ അത് കണ്ടിരുന്നു. ഇന്നലെ അതിനകത്തൊരു ഏപ്രിൽ 14 ഒരു ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇന്നലത്തെ ക്ലോസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23,345 ആയിരുന്നു. ഇന്ന് ഓപ്പൺ ആയത് 23,304 41 പോയിന്റിന്റെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. കറന്റ് ട്രേഡിംഗ് നടക്കുന്നത് 23,310 ഓപ്പൺ ആയ സ്ഥലത്ത് നിന്ന് മുകളിലോട്ടാണ് പോയിട്ടുള്ളത് ഒരു 6 പോയിന്റ്. സോ എന്താ പറയുക, ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും താഴെയാണ്, പക്ഷേ ഇന്ന് ഓപ്പൺ ആയ സ്ഥലത്ത് നിന്ന് മുകളിലുമാണ്. ഇന്നലത്തെ ക്ലോസിംഗ് കട്ട് ചെയ്തിട്ടില്ല. 23,345 ഇന്നലത്തെ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. അതിനേക്കാളും താഴെയാണ്. നോർമലി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടുന്ന് ഫർദർ താഴോട്ടാണ് പോകാറുള്ളത്. അല്ലെങ്കിൽ ഒരു എൻഗൾഫിംഗ് ക്യാൻഡിൽ പോലെ വലിയൊരു ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്ത് മുകളിലോട്ടും പോയേക്കാം. അത് മാർക്കറ്റാണ്, മാർക്കറ്റിൻ്റെ വഴിക്ക് പോട്ടെ. ഗോൾഡിൻ്റെ റേറ്റ് നല്ല രീതിയിൽ കയറിപ്പോയിട്ടുണ്ട്. $3,223 ഇന്നത്തെ ഗോൾഡിൻ്റെ റേറ്റ്.
നമ്മുടെ നാട്ടിൽ 70,000 കടന്നിരിക്കുന്നു. സ്വാഭാവികമായിട്ടും 86,000 ആണ്. ആരെങ്കിലും ഗോൾഡ് ട്രേഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ 86,000 ആണ് നെക്സ്റ്റ് റെസിസ്റ്റൻസ് ലെവൽ അതിനുള്ളത്. അത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ 107ലേക്കാണ് 1,07,000 എന്നൊരു പ്രൈസ് റേഞ്ചിലേക്കാണ് പോകുന്നത്. 86 നോക്കിക്കോളൂ, അത് മോസ്റ്റ് പ്രോബബ്ലി അവിടെ ഒരു റിജക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദെൻ ഇന്ത്യൻ രൂപയുടെ മൂല്യം 86 രൂപ 5 പൈസയാണ് ഒരു US$ന്റെ ഇന്നത്തെ വിനിമയ നിരക്ക്. ഗ്ലോബൽ ഇവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ഒത്തിരി ഇവൻറ്റ്സ് ഇന്ന് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കെല്ലാം തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. എങ്കിൽ കൂടി ഓസ്ട്രേലിയയുടെ RBI മീറ്റിംഗ് മിനിറ്റ്സ്, ഇന്ത്യയുടെ ഒരുപാട് ഇവൻറ്റ്സ് ഉണ്ട്. WPI ഫ്യൂൽ ഇയർ ഓൺ ഇയർ, WPI ഇൻഫ്ലേഷൻ ഇയർ ഓൺ ഇയർ, WPI ഫുഡ് ഇൻഡെക്സ് ഇയർ ഓൺ ഇയർ, ഇമ്പോർട്ട്സ് ആൻഡ് എക്സ്പോർട്ട്സ് ഡാറ്റ, ബാലൻസ് ഓഫ് ട്രേഡ്, ഇൻഫ്ലേഷൻ റേറ്റ്, ദെൻ ഇത്രയും ഇവൻറ്റുകളാണ് ഇന്ത്യ എന്നുള്ളത്. UKയുടേത് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്, ദെൻ ജർമ്മനി ZEW എക്കണോമിക് സെൻറ്റിമെൻറ്റ് ഇൻഡെക്സ്, USA എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് പ്രൈസസ്, കാനഡ ഇൻഫ്ലേഷൻ റേറ്റ്. ഇത്രയും ഇവൻറ്റുകളാണ് ഇന്ന് വരാനുള്ളത്. ദെൻ ഇതിൽ കൂടുതൽ ഇവൻറ്റുകളുണ്ട്. എനിക്കെല്ലാം തന്നെ അത് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതൊന്നും സമയത്തിൻ്റെയും സ്പേസിൻ്റെയും പ്രശ്നമുണ്ട്. റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത് 3 കമ്പനികളാണുള്ളത്. ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെൻറ്റ് ഏജൻസി, ദെൻ ICICI ലംബാർഡ്, ജനറൽ ഇൻഷുറൻസ് കമ്പനി, GM ബ്രീവറീസ്. ഈ 3 കമ്പനികളാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ദെൻ F&O ബാനിൽ വന്നിരിക്കുന്ന 4 കമ്പനികളാണ്. ബിസോഫ്റ്റ്, ഹിൻകോപ്പർ, മണപ്പുറം ഫിനാൻസ്, നാഷണൽ അലൂമിനിയം. ഇത്രയും കമ്പനികളാണ് F&O ബാനിൽ വന്നിട്ടുള്ളത്. സ്റ്റോക്ക് ട്രേഡിങ്ങിന് ഇതൊരു വിഷയമല്ല, പക്ഷേ ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നവർക്ക് ഈ കമ്പനികളുടെ ഓപ്ഷൻ ട്രേഡ് ചെയ്യാൻ സാധിക്കില്ല. ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസിലേക്ക് പോകുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 2,519 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് ചെയ്തത്. അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 3,759 കോടിയുടെ ബൈയിങ് ആണ് ചെയ്തത്. ഇതുവഴി 1,240 കോടി രൂപയുടെ നിക്ഷേപം ഇന്ത്യൻ മാർക്കറ്റിൽ എത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. സെക്ടറൽ പെർഫോമൻസിലേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാ സെക്ടറുകളും കഴിഞ്ഞ ദിവസം ഗ്രീനിലാണ് അവസാനിച്ചിരിക്കുന്നത്. ഒന്നും തന്നെ റെഡിലേക്ക് പോയില്ല എന്നുള്ളതാണ്. ഇനി ETF-ലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ബീസ്, ബാങ്ക് ബീസ്, ഫാർമ ബീസ്, ഗോൾഡ് ബീസ്, ഓട്ടോ ബീസ്, IT ബീസ് എല്ലാം ഗ്രീനിലാണ് കഴിഞ്ഞ ദിവസം അവസാനിച്ചിരിക്കുന്നത്. 4 ദിവസത്തിന് ശേഷമാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ 9-ാം തീയതിയോ മറ്റോ ആണ് ഇത് ഈ ട്രേഡ് നടന്നത് ലാസ്റ്റ്. ദെൻ റേഞ്ച് ബ്രേക്കേഴ്സ് അല്ലെങ്കിൽ കഴിഞ്ഞ ട്രേഡിംഗ് ഡേയിൽ NSEയിൽ ഏറ്റവും കൂടുതൽ പ്രൈസ് മൂവ്മെൻറ്റ് കിട്ടിയ സ്റ്റോക്കുകളാണ്. ഒരു പരിധി പറഞ്ഞാൽ അപ്പർ സർക്യൂട്ട് അല്ലെങ്കിൽ ലോവർ സർക്യൂട്ട് അടിച്ച സ്റ്റോക്കുകളാണിത്. ഒത്തിരി കമ്പനികളുണ്ട്. എന്തായാലും ഇന്നത്തെ ഡാറ്റ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വായിക്കുന്നില്ല. അടുത്ത ദിവസം മുതൽ തുടങ്ങാം. കാരണം ഈ ഡാറ്റ എത്രത്തോളം ആക്യുറസി ഉണ്ട് എന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ എനിക്ക് വായിക്കാൻ പറ്റുള്ളൂ. സോ ഇന്ന് എല്ലാം ഒരു ഫസ്റ്റ് ലെവൽ എല്ലാ ടെസ്റ്റിംഗ് കഴിഞ്ഞതാണ്. കൺഫേംഡ് ആണെങ്കിൽ കൂടി ഇതിനകത്ത് ഡബിൾ എൻട്രി ആയിട്ട് ഏതാനും സ്റ്റോക്കുകൾ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് നാളെ മുതൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തുടങ്ങാം. അപ്പോൾ ഇങ്ങനെ ഒരു സെഗ്മെൻറ്റ് കൂടി ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരാൾ നമ്മുടെ വ്യൂവേഴ്സിൽ ആരോ റിക്വസ്റ്റ് ചെയ്തതാണ്. അപ്പർ സർക്യൂട്ട്, ലോവർ സർക്യൂട്ട് സ്റ്റോക്കുകൾ ലിസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഒത്തിരി സ്റ്റോക്കുകളുണ്ട് കേട്ടോ, അപ്പർ സർക്യൂട്ട്, ലോവർ സർക്യൂട്ട്. പക്ഷേ ഞാൻ 10 വെച്ചാണ് എടുത്തിരിക്കുന്നത്. NSEയിലുള്ള 10 സ്റ്റോക്കുകൾ, ഹയസ്റ്റ് പെർസെൻറ്റേജ് മൂവ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കുകൾ കേട്ടോ. ഇത് ഒരിക്കലും ഒരു ക്വാളിറ്റി സ്റ്റോക്സ് ആണെന്നോ ഒന്നും ഒരു ഇതും നിങ്ങൾ ചിന്തിക്കരുത്. ഓടിപ്പോയിട്ട് ഇതൊന്നും വാങ്ങിക്കുകയും ചെയ്യരുത്. കാരണം ഇത് NSEന്ന് കിട്ടുന്ന ഡാറ്റയിൽ ഹയസ്റ്റ് മൂവ്മെൻറ്റ് കിട്ടിയ സ്റ്റോക്കുകൾ ഏതാണോ അതിൽ നിന്നും 10 ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ പെന്നി സ്റ്റോക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ പല രീതിയിലും സംഭവിക്കാം. അപ്പോൾ അത് നല്ല സ്റ്റോക്കാണ് ഞാൻ വായിക്കുന്നത് കൊണ്ട് ഓടിപ്പോയി അത് വാങ്ങിക്കാൻ നിൽക്കരുത്. അത് ഡാറ്റയാണ്. ഈ സ്റ്റോക്കുകളാണ് കഴിഞ്ഞ ദിവസം ഹയസ്റ്റ് മൂവ്മെൻറ്റ് കൊടുത്തത് എന്നുള്ള രീതിയിലുള്ള ഒരു കൺസിഡറേഷൻ മാത്രം അതിന് കൊടുത്താൽ മതി. ഒരിക്കലും ഒരു ഇൻവെസ്റ്റിംഗ് അല്ലെങ്കിൽ ബൈങ്ങിനുള്ള ഒരു സജഷനായിട്ട് ഇതിനെ കൺസിഡർ ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് കാശിന് നഷ്ടം ഉണ്ടാക്കും. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാശ് നഷ്ടപ്പെടാൻ അത് അവസരം ഒരുക്കും. സോ കാശ് കളയാതിരിക്കുക. ഞാൻ പറയുന്നത് കേട്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക, നിർബന്ധമാണത്. ഒരിക്കലും എന്നെ ബേസ് ചെയ്തിട്ട് നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കരുത്. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസർ പ്ലസ് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള സ്കിൽസ് അത് ഉപയോഗിച്ച് തന്നെ ചെയ്യുക. ഓൾ റൈറ്റ്. ദെൻ നമുക്ക് കഴിഞ്ഞ ദിവസത്തെ നിഫ്റ്റിയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി കഴിഞ്ഞ ദിവസം 133 പോയിന്റിന് മുന്നേറ്റത്തിൽ, അഥവാ 0.59% മുന്നേറ്റത്തിൽ 22,828 ക്ലോസ് ചെയ്തത്. ഈ ആഴ്ചയിൽ 133 പോയിന്റിൻ്റെ ഒരു മുന്നേറ്റമാണ്. ശരിക്കും ഈ ഡാറ്റ കറക്റ്റ് അല്ല എന്ന് തോന്നുന്നു. കാരണം ഈ ആഴ്ച നമ്മളിന്ന് ഫസ്റ്റ് ഡേ ആണ്. സോ ഈ ആഴ്ചത്തെ മൂവ്മെൻറ്റ് നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. ഈ മാസത്തിൽ ഇതുവരെയായിട്ട് 512 പോയിന്റിൻ്റെ ഒരു നഷ്ടമാണ് നിഫ്റ്റിക്ക് ഉണ്ടായിരിക്കുന്നത്. 1,500 പോയിൻ്റൊക്കെ എത്തിയിരുന്നു. അവിടെ നിന്ന് തിരിച്ച് ഇറങ്ങി വന്നിരിക്കുകയാണ്. എന്തായാലും അത് റിക്കവർ ആകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ദെൻ കഴിഞ്ഞ ദിവസത്തെ ഇൻഡെക്സ് മൂവ്മെൻറ്റുകൾ നോക്കുകയാണെങ്കിൽ, മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ എല്ലാ ഇൻഡെക്സുകളും കഴിഞ്ഞ ദിവസം ഗ്രീനിലാണ് അവസാനിച്ചിരിക്കുന്നത്.
ദെൻ ഇന്നത്തേക്കുള്ള ഡാറ്റയിലേക്ക് വരികയാണെങ്കിൽ PCR വന്നിരിക്കുന്നത് 0.8 ആണ്. ഇതൊരു ന്യൂട്രൽ മൂവ്മെന്റ് ആണ് സൂചിപ്പിക്കുന്നത്. ഹയസ്റ്റ് കോൾ റേറ്റിംഗ് വന്നിട്ടുള്ളത് 70 ലക്ഷമാണ്. 23,000 70 ലക്ഷം കോൺട്രാക്റ്റുകൾ വന്നിരിക്കുന്നത്. ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് 22,500 അത് 78 ലക്ഷമുണ്ട്. സോ മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്നാണ് ആൾക്കാർ ചിന്തിക്കുന്നതെന്ന് തോന്നുന്നു. ദെൻ വിക്സ് വന്നിരിക്കുന്നത് 20.11 ആണ്. അതൊരല്പം ഹയർ സൈഡിലുള്ള ഒരു വിക്സ് ആണ്. സ്വാഭാവികമായിട്ടും അത് ഇന്നത്തെ ലൈവ് മാർക്കറ്റ് എത്തുമ്പോൾ നമുക്കറിയാം എങ്ങനെയുണ്ട് എന്നുള്ളത്. മാർക്കറ്റ് മുകളിലോട്ട് കയറുന്നുണ്ടെങ്കിൽ വിക്സ് കുറയാൻ സാധ്യതയുണ്ട്. സ്പോട്ട് പ്രൈസ് 22,828 ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനി CPRലേക്ക് വരികയാണെങ്കിൽ 22,822, 816, 810 വളരെ അടുത്തുള്ള CPR ആണ്. നാരോ CPR തന്നെയാണ് എന്ന് പറയാം. 12 പോയിന്റിന്റെ ഡിഫറൻസ് ആണ് അപ്പർ CPRും അപ്പർ ലൈനും ബോട്ടം ലൈനും ഉള്ളത്. ദെൻ നോ ട്രേഡ് സോൺ വന്നിട്ടുള്ളത് 22,796 776 20 പോയിന്റിന്റെ ഗ്യാപ്പിൽ നോ ട്രേഡ് സോൺ വന്നിട്ടുണ്ട്. 12 പോയിന്റ് ഗ്യാപ്പിൽ CPRും വന്നിട്ടുണ്ട്. ഇനി ഇത് രണ്ടും തമ്മിൽ മേർജ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. 796 ആണ് അപ്പർ ബ്രേക്ക് ഔട്ട് വരുന്നത്. സോ അതിന്റെ മുകളിലാണ് CPR ഉള്ളത്. സോ ഇന്നത്തെ ബ്രേക്ക് ഔട്ട് സോണായിട്ട് നമ്മൾ കണക്കൂട്ടേണ്ടത് 22,822 ആണ്. അതേപോലെ താഴോട്ട് വരുന്നതാണെങ്കിൽ 22,776 ആണ് ബ്രേക്ക് ഡൗൺ സോണായിട്ട് നമ്മൾ കണക്കൂട്ടുന്നത്. അപ്പോൾ 776, 822. ഇനി 22,822 കട്ട് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ 23,073 വരെയും മാർക്കറ്റ് കയറിപ്പോകാൻ സാധ്യതയുണ്ട്. ഏകദേശം 250 പോയിന്റോളം ഉള്ള ഒരു അപ്പർ സൈഡ് മൂവ്മെന്റ് കിട്ടാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ 22,776 കട്ട് ചെയ്ത് താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ 584 വരെയും പോകാൻ 190 പോയിന്റോളം 180 പോയിന്റ് അല്ലേ, അത്രയും അല്ല 190 പോയിന്റോളം താഴോട്ട് ഇറങ്ങി പോകാനുള്ള ഒരു സാധ്യതയും ഉണ്ട്. സോ രണ്ട് വശത്തോട്ടും സാധ്യതയുണ്ട്. ഇതിനകത്ത് ഒരു റിജക്ഷൻ വരാനുള്ള 23,000 ഒരു സൈക്കോളജിക്കൽ റിജക്ഷൻ നമ്മൾ കണക്കൂട്ടുന്നത് 22,984 23,014 ആ റേഞ്ചിൽ ഒരു റിജക്ഷൻ നമ്മൾ കണക്ക് കൂട്ടണം. ദെൻ അതർ ദാൻ ദാറ്റ് ബാക്കിയെല്ലാം സേഫ് ആണെന്ന് തോന്നുന്നു. എന്തായാലും മാർക്കറ്റ് എവിടെ ഓപ്പൺ ആകുന്നു എന്നതിനനുസരിച്ചാണ് ഈ അപ്പ് സൈഡ് മൂവ്മെൻറ്റും ഡൗൺ സൈഡ് മൂവ്മെൻ്റ് ഒക്കെ തീരുമാനിക്കാൻ പറ്റുക. കാരണം മാർക്കറ്റ് കയറിപ്പോയിട്ട് ഇവിടെ 23,000 മുകളിലാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ പിന്നെ അവിടെ ഫർദർ അപ്പ് മൂവ്മെന്റ് കിട്ടും എന്ന് ചിന്തിക്കുന്നത് വലിയ അർത്ഥമില്ല. എന്നാൽ അവിടെ ഒരു അൺസർട്ടനിറ്റിയാണ് ഉണ്ടാവുക. ചിലപ്പോൾ മാർക്കറ്റ് അവിടെ നിന്ന് മുകളിലോട്ട് പോയേക്കാം, ചിലപ്പോൾ പോകാതിരുന്നേക്കാം. നമ്മുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പിടുത്തം വിട്ടു എന്ന് കരുതിയിട്ട് നമ്മൾ കരുതിയ പോലെ തന്നെ നടക്കുമെന്ന് ചിന്തിക്കരുത്. നമ്മുടെ പ്രിഡിക്ഷനിൽ നമ്മുടെ പ്രതീക്ഷക്കനുസരിച്ച് മാർക്കറ്റ് നിന്നില്ലെങ്കിൽ അവിടെ അൺസർട്ടനിറ്റിയാണ്, തീരുമാനം എടുക്കാൻ പറ്റൊരവസ്ഥയാണ്. അങ്ങനെ വരുമ്പോൾ മാർക്കറ്റ് മാറി നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും സുരക്ഷിതമായ മാർഗം. ബാക്കി നിങ്ങളുടെ ഇഷ്ടത്തിന് എന്ത് വേണേലും ചെയ്യാം. ചെറിയ ട്രേഡുകൾ എടുക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറാൻ വേണ്ടിയിട്ടൊക്കെ ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെ പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കും. അത് നിങ്ങളുടെ കഴിവിനനുസരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും എന്താ പറയുക, നമ്മുടെ ഈ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. സോ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഇവിടെ ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുകൊണ്ട് പരമാവധി നിങ്ങൾക്ക് എന്തൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തണം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.